എടാ വിജയ, എന്താടാ ദാസ, എടാ നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത്? എന്ത് തങ്കപ്പെട്ട മനുഷ്യനല്ലേ? അടുക്കുമ്പോഴല്ലേ ആളുകളെ പിടികിട്ടുന്നത്. അതെ, നമ്മളെന്താ ഈ മനുഷ്യനെ നേരത്തെ കണ്ടുമുട്ടായിരുന്നത്? അപ്പം ഗൈസ്, ഇത് മലേഷ്യയിലെ 3rd ഡേ ആണ്. 3rd ഡേ നമ്മൾ പോയത് ഒരു ചൈനീസ് ടെമ്പിൾ വിസിറ്റ് ചെയ്യാനായിട്ടാണ്. അപ്പം നമുക്ക് കാണാം. ഇന്ന് നമ്മുടെ മലേഷ്യയിലെ 3rd ഡേ ആണ് ഗൈസ്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ചൈനീസ് ടെമ്പിളാണ്. ഈ കാണുന്നതാണ് ചൈനീസ് ടെമ്പിൾ. എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കിയേ. കൊള്ളാം. ഇവിടെ ഒരു ആൻറ്റി ഒക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ തന്നെ ഞാൻ മൈക്ക് നമ്മുടെ ചാച്ചൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു ഗൈസ്. 3rd ഡേയിൽ നമ്മളൊരു ചൈനീസ് ടെമ്പിളിൽ വന്നേക്കുവാണ്. ഇവിടെ എന്തൊക്കെയോ ആചാരങ്ങളുണ്ട് കണ്ടില്ലേ. ഇത് ഇങ്ങനെ ലവിൻ്റെ ഒക്കെ ഇത്. അപ്പം പ്രേമം പൂ വിരിയാനോ അല്ലെങ്കിൽ കല്യാണം കഴിക്കാനോ അങ്ങനത്തെ സംതിങ് എന്തോ സംഭവമാണ്. ഗുഡ് ആൻഡ് എന്തോ വേണ്ട, ഇങ്ങനെ വായിക്കുന്നത് ശരിയല്ലായിരിക്കും. എന്നാലും ആൻഡ് റിച്ച് പാർട്ട്ണർ. ഓ എൻ്റെ പൊന്നോ, ഒരാൾ ഗുഡ് ഗുഡ് ഹേർട്ടഡ് ആൻഡ് റിച്ച് പാർട്ട്ണർ. എൻ്റെ പൊന്നാളിയാ, അത് ഭയങ്കരമായി പോയി. ഗുഡ് ഹാർട്ടഡ് കുഴപ്പമില്ലായിരുന്നു, റിച്ച് പാർട്ട്ണറിനെ വേണമെന്ന്. ഇത് പിന്നെ ഇവിടെ കുറേ സ്നാക്സ് അങ്ങനെയൊക്കെ ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതെന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. ഇതൊക്കെ ഭയങ്കര ഇതാണ് കേട്ടോ. അത് ഈ പുള്ളിക്ക് കീഴെയാണ് വെച്ചേക്കുന്നത്. പുള്ളി ആരാന്ന് എനിക്കറിയില്ല. ഏതോ സിനിമയ്ക്കകത്ത് ഇങ്ങനെ ഒരാളുണ്ടല്ലോ, മറ്റേ ഇതിനകത്തല്ലെന്ന് തോന്നുന്നു. വെയിൽ കൊള്ളാൻ വയ്യാത്തതിന് ഒരുത്തി അവിടെ പോയോ. ഇത് മറ്റേ ഡ്രാഗൻ്റെ ഒക്കെ സംഭവം കേട്ടോ. വെയിൽ കൊള്ളാൻ വയ്യാത്തതിന് ഇവിടെ വന്നിരിക്കുക കേട്ടോ. കൊള്ളാം, സംഭവം കൊള്ളാം. ഇത് ഇവിടെ ഏറ്റവും കൂടുതൽ ടെമ്പിളും അതിനേക്കാളൊക്കെ കൂടുതൽ മറ്റേ കച്ചവടമാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് ഒരു ഷോപ്പുണ്ട്. എല്ലാം വിഷമുണ്ടല്ലോ ഈ. എൻ്റെ ദൈവം, അവിടെ കൊണ്ട് വെക്കാനുള്ള ബൊക്കെയാണെന്ന് തോന്നുന്നു കേട്ടോ. ബൊക്കയുടെ റേറ്റ് ഉണ്ട് 10 റിങ്കറ്റ്, 25 റിങ്കറ്റ്, 30 റിങ്കറ്റ്. എല്ലാം ഒരുമാതിരി ക്വാളിറ്റി കുറഞ്ഞ ഐറ്റംസാണ്. പക്ഷെ നല്ല റേറ്റാണ്. നമ്മുടെ നാട്ടിലെ വെച്ച് നോക്കുമ്പോൾ, ഇവിടത്തെ വെച്ച് നോക്കുമ്പോൾ അത്ര വലിയ റേറ്റ് കാണത്തില്ല. പക്ഷെ നാട്ടിലെ വെച്ച് നോക്കുമ്പോൾ നല്ല റേറ്റാണ് ഇവർ ഇട്ടേക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ക്വാളിറ്റി ഇല്ല, അതാണ് ഏറ്റവും വലിയ ഇതുള്ളൂ. ഇതൊക്കെ ചിലപ്പം ഇതൊക്കെ നമുക്ക് ഒരു ഓർമ്മയ്ക്കായിട്ട് വേണം ഇങ്ങനത്തെ. ഇത് എന്തോ കല്ലാണ് കേട്ടോ, കല്ല് വെച്ചുണ്ടാക്കിയേക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ പ്യുവർ സ്റ്റോൺ ആക്കിയേക്കുന്നതാണെന്ന് തോന്നുന്നു. ഇതിനും ഇങ്ങനെയാണ് 30 റിങ്കറ്റ്, 40 റിങ്കറ്റ്. 30 റിങ്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ അടുത്ത് ഒരു 700 സംതിങ് അത്രയും വരും. എന്ന് പറയുമ്പം ഭയങ്കര കൂടുതലാണ്. ഇവർക്കത് കൂടുതലല്ലായിരിക്കും, പക്ഷേ കൊള്ളാം. ഈ സാധനം കൊള്ളാം കേട്ടോ. ഇതിൻ്റെ സൗണ്ട് തന്നെ കേട്ടോ. ചിലപ്പോൾ കേട്ടോ സൗണ്ട് കേട്ടോ. ഈസ് ദിസ് സ്റ്റോൺ പ്യുവർ സ്റ്റോൺ? പ്യുവർ സ്റ്റോണാണ് കേട്ടോ. അയ്യോ, ഞാൻ ഇംഗ്ലീഷിലാണ് ഇപ്പോൾ സംസാരിച്ചത്. ഇതൊക്കെ ബുദ്ധൻ അങ്ങനത്തെ കുറേ ഇതുണ്ട് കേട്ടോ. ചിലപ്പോൾ ഞാൻ ഈ സാധനം മേടിക്കും, കാരണം ഇങ്ങനത്തെ സ്റ്റോൺ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതാര് ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഒരു വീഡിയോഗ്രാഫർ കം മൈ വൈഫ് കം മൈ എഡിറ്റർ കം എൻ്റെ ചക്കരപ്പന് കം. ഇതിവിടുത്തെ മെയിൻ ആളാണെന്ന് തോന്നുന്നു കേട്ടോ. താഴെ ഇരുന്ന് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അവിടെ ഇരുന്ന് ചെയ്യുന്നുണ്ട്. ഹായ്. ഇതൊക്കെ സാമ്പ്രാണി കേട്ടോ, സാമ്പ്രാണി. 20 രൂപയുള്ളൂ കേട്ടോ. ഇതിനകത്തിലൊരു
എനിക്കൊന്നൊരു 100 കൂടുതൽ കാണും. അത് വർത്താ കേട്ടോ. വർക്കെന്ന് പറയാനും പറ്റത്തില്ല. ശോ 20 ഞാൻ എന്ത് പറയുന്നത്. എന്നാലും കുഴപ്പമില്ല. അത്യാവശ്യം റേറ്റിന് ഒത്തിരി സാധനം കണ്ടത് അത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പറയുക. ഇത് കൊള്ളാലോടി. ഇതൊരു വെറൈറ്റി അല്ലേ? 18 റിംഗിറ്റ്. ഓ അത് ഭയങ്കര. ഇത് ഈ സെയിം സാധനമാണല്ലോ നമ്മുടെ ഇവിടെ ഇരിക്കുന്നത്. വേണ്ട 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 വേണ്ട. ആൾക്കാരെ പറ്റിക്കാനാണെങ്കിലും കുറേ സാധനം ഇവർ പരിപാടി ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഉണ്ടല്ലേ. എന്താ അവിടെ മക്കളെ ഇരുന്ന് ആട്ടുന്നേ? പക്ഷെ ഞങ്ങളവിടെ അവിടെ എന്താ അവിടെ ഇതെന്തോ കോടായത്തയിലോ എന്തോ ഇത്? അങ്ങനത്തെ എന്തോ സംഭവം കേട്ടോ. എൻ്റെ കൂടെ എൻ്റെ പെണ്ണുമ്പിള ഉണ്ടായിരുന്നില്ല. എന്ത് ചെയ്യും? അതാണ്ട് അങ്ങ് കിടക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഒന്ന് വരുക. അതിനെക്കാട് ഞാൻ ഹായ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ മൈൻഡ് ചെയ്യില്ല. ഇനിയിപ്പോൾ അതിൻ്റെ വിഷമത്തിൽ ഇനി ഹൈനാൻ വില്ലേജ് ഞാൻ നിങ്ങളെ ഫുള്ളായിട്ടൊന്ന് കാണിക്കാൻ വേണ്ടി ഇവിടെ വന്നേ. ഉണ്ടല്ലേ ശ്യാം ചാഞ്ചക്കെ ചേഞ്ച ചേഞ്ചക്കെ ചാഞ്ച ചാഞ്ച ചഞ്ച 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 ചാ ചക്കരമാവിൻ്റെ കൊമ്പത്തിരോ. അതല്ലല്ലോ. ഇവിടെ പിന്നെ ഞാൻ കണ്ടത് വെച്ച് കുറേ പേര് ഇവിടെ കുറേ അമ്പലം തുടങ്ങി വെച്ചിട്ടുണ്ട്. അമ്പലം അങ്ങനെ കുറേ എന്തോ ഇന്നലെ തന്നെ ഒരു പുള്ളി പറഞ്ഞു അമ്പലം ഇവിടെ അങ്ങനെയാണെന്ന്. ഇവിടെ അതെന്തൊന്നും സംഭവം എനിക്ക് മനസ്സിലായില്ല. ഇതുണ്ടല്ലേ ഇവിടെ അമ്പലം, അവിടെ കുറേ ബിൽഡിങ്സ്. പിന്നെയെന്ന് പറയുക രാത്രിയിൽ ഞങ്ങൾ താമസിക്കുന്നിടത്ത് നമ്മൾ ഉറങ്ങണമെങ്കിൽ കുറച്ച് പാടാണ്. കാരണം ഈ മെയിൻ റോഡ് ഉള്ളതുകൊണ്ട് എനിക്കൊന്നൊരു വെളുപ്പിനെ 5 മണി അല്ല ആ ടൈം വരെ ഇങ്ങനെ സൗണ്ട് ഭൂ 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 ഇങ്ങനെ സൗണ്ടാണ്. അതെപ്പോഴാണ് ഇന്നലെ കഴിഞ്ഞതെന്നൊന്നും അറിയത്തില്ല. എൻ്റെ പൊന്നോ, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഞാൻ കണ്ടത് വെച്ച് എനിക്കൊന്ന് വണ്ടി മോഡിഫൈ ചെയ്തില്ലെങ്കിൽ ഇവിടെ ഫൈനാണെന്ന് തോന്നുന്നു. കാരണം കാണുന്ന എല്ലാ വണ്ടിയും മോഡിഫൈ ചെയ്തേക്കുക. കിട്ടൂ ടൈം എന്നാച്ചേ? 1:10. മുമ്പേ നോക്കിയപ്പോൾ 1:11 നല്ല രസമുണ്ട് ഇവിടെ ഇരിക്കാൻ. കണ്ണട വെക്കട്ടെ ഞാൻ. അതിൻ്റെ ഒരു കുറവ് വേണ്ട. എല്ലാരും ഇങ്ങോട്ട് വരുന്നതേ ഉള്ളൂ. നമ്മളിവിടെ ആദ്യം പറഞ്ഞ കേട്ടോ. അങ്ങനെ നമ്മൾ ആ ടെമ്പിൾ ഫുള്ള് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം തന്നെ നമുക്ക് വിശപ്പായി. പിന്നെ നമ്മൾ നമ്മുടെ ഡ്രൈവറെ നോക്കി നിൽക്കുമായിരുന്നു. അങ്ങനെ നമ്മുടെ ഡ്രൈവർ നമ്മളെ വിളിക്കാൻ വന്ന് നമ്മളിനി നേരെ കഴിക്കാൻ പോവുകയാണ്. അപ്പോഴാണ് ഞാൻ അവിടുത്തെ ആകാശം ശ്രദ്ധിച്ചത്. നിങ്ങൾ കണ്ടോ ഒരു വ്യത്യാസം ഇല്ലേ? ഇതൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോഴും എനിക്ക് 2 ആന തിന്നാനുള്ള വിശപ്പായിരുന്നു. കാരണം അത്ര ഓടി നടന്ന് കണ്ടപ്പം തന്നെ ഞാനും ചാച്ചനും നല്ലപോലെ ടയേർഡായിരുന്നു. അങ്ങനെ ഒരു 10 മിനിറ്റത്തെ യാത്രക്കൊടുവിൽ നമ്മൾ കഴിക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് ഗായ്സ്. ഇനി ബാക്കി കാണിക്കാം. ശ്രീ പാണ്ഡി. ഗൈസ് മലേഷ്യ വന്നിട്ട് ഞങ്ങൾക്ക് അങ്ങനെ അറ്റ് ലാസ്റ്റ് ഞങ്ങൾക്ക് നല്ല സാമ്പാർ, ചിക്കന്, കോളിഫ്ലവർ, പിന്നെ മുട്ട പൊരിച്ചത്, പിന്നെ നല്ല സൂപ്പർ ബിരിയാണി മുട്ട. അപ്പോൾ ഗൈസ് ഞാൻ കഴിച്ചു നോക്കട്ടെ. ഞാൻ ആദ്യം എനിക്കങ്ങനെ സാമ്പാർ ആദ്യം ടേസ്റ്റ് ചെയ്യണം. ഞാൻ കുഴയ്ക്കുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലല്ലേ? ഓക്കെ, ഹോട്ടൽ കൊള്ളാം. അപ്പോൾ ഇത് കഴിച്ച് ഫിനിഷ് ആക്കിയിട്ട് വരാം കേട്ടോ. ഗൈസ് അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചിറങ്ങി. ഫുഡ് അത്യാവശ്യം അടിപൊളിയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ മലേഷ്യയിലെ ചില മസാല ഒന്നും മലേഷ്യൻ ഫുഡ് ഞങ്ങൾ ട്രൈ ചെയ്തു. പക്ഷേ മലേഷ്യയിലെ മസാല ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാൻ പറ്റില്ല. ഞങ്ങൾ അപ്പം ഇന്ന് ഇത് തപ്പി കണ്ടുപിടിച്ച് വന്നത്. പക്ഷേ ഞങ്ങൾ വിചാരിച്ചു ഫ്ലോപ്പ് ആയിരിക്കുമെന്ന്. പക്ഷേ അത്യാവശ്യം നല്ല ബിരിയാണിയായിരുന്നു. ബിരിയാണി കറക്റ്റ് നമ്മുടെ ഡിണ്ടിഗൽ ബിരിയാണി കിട്ടുന്ന അതേ ടേസ്റ്റായിരുന്നു. പിന്നെ ആസ് യൂഷ്വൽ ചോറ് സാമ്പാർ അതിനൊക്കെ ഒരു ആന്ധ്ര സ്റ്റൈൽ ടേസ്റ്റ് ആയിരുന്നു. പക്ഷേ അത്യാവശ്യം നല്ലതായിരുന്നു. ഞങ്ങൾ വയറ് നിറച്ച് കഴിച്ചു. അങ്ങനെ ഫുഡ് കഴിച്ച് ഇറങ്ങിയിട്ട് നമ്മൾ നമ്മുടെ ഡ്രൈവറെ പിന്നെയും കാത്തിരിക്കുകയാണ് അടുത്ത സ്ഥലത്തേക്ക് പോവാൻ. ഞാൻ അതിന്റെ സൈഡിൽ കൂടെ അവിടുത്തെ കരിക്കിന്റെ ഒക്കെ വില നൈസായിട്ട് ചോദിച്ചിരിക്കുകയാണ്. ഒരു കടയിൽ 6 റിങ്കറ്റാണ്, അടുത്ത കടയിൽ 10 റിങ്കറ്റ് ആയിരുന്നു. ഇതുപോലെയാണ് ഞങ്ങൾ എയർപോർട്ടിൽ പോയി വന്നപ്പോഴും ഒരു കടയിൽ ഒരു കുപ്പി വെള്ളത്തിന് 5 റിങ്കറ്റും അടുത്ത കടയിൽ ഒരു കുപ്പി വെള്ളത്തിന് 10 റിങ്കറ്റും. ഇങ്ങനെ ക്ഷീണിച്ചെന്ന് പറഞ്ഞാൽ ഇന്ന് ഇവിടെ വന്നേ പിന്നെ ഇന്ന് ആ ചോറ് കഴുകി കിട്ടിയത് ആശാട്ടിക്ക്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും അതുകൊണ്ട് നല്ല രീതിക്ക് അങ്ങ് കഴിച്ചു. അങ്ങനെ നമ്മുടെ അണ്ണൻ നമ്മളെ വിളിക്കാൻ വന്നു. പോകുന്ന വഴിയിൽ ഈ കാഴ്ചയൊക്കെ അടിപൊളിയായിരുന്നു കൈ. സത്യം പറഞ്ഞാണ്ടല്ലോ ഇത് നിങ്ങൾ നേരിട്ട് കാണേണ്ട ഒരു സാധനം തന്നെയായിരുന്നു. ഞാൻ വോയിസ് ഓവർ ചെയ്യുമ്പോൾ ചാച്ച സൈഡിൽ ഇരുന്ന് വെറുതെ അലമ്പുവാണ് ഗൈസ്. The hotel you can feel the sky. It's a luxury hotel, but not 7-star. 7-star in Abu Dhabi only. Abu Dhabi. Yeah, it's a very nice hotel. Railway station. Railway station? Train station. Oh, okay. Still one train station. Your left hand side is our HQ of a train station. This is not. Train station office. Headquarters. It's nice. ഇത് റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ ഗൈസ്. ഓഫ് The building is a heritage, or the British time. ബ്രിട്ടീഷ്. This one is our national. ആകാശമൊക്കെ നോക്ക് ഗൈസ്, എന്ത് രസമാണ്. അതുകൊണ്ടോ വേറെ ഒരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ഈ വണ്ടിയെ ഈ കൊച്ചു ഭയങ്കര കോടലിയാണ് ഗൈസ്. ഭയങ്കര കോടലിയാണ്. പിന്നെ എല്ലാവരും പറഞ്ഞ് ഇന്നലെ ഞാൻ കുറേ കമൻ്റ് ഉണ്ട് ഇത് കൂട്ട് ഈ എല്ലായിടത്തും കിട്ടുന്ന സെയിം കരിക്ക് തന്നെ അല്ലായിരുന്നു. എന്നാൽ എല്ലായിടത്തും കിട്ടുന്ന സെയിം കരിക്കല്ല, നമ്മുടെ അവിടെ കിട്ടുന്നതിനേക്കാളും ഭയങ്കര മധുരമാണ്. കാരണം എനിക്ക് തോന്നുന്നു ആഴ്ചയിൽ ഞങ്ങളൊരു അത്യാവശ്യം നല്ല രീതി, കാരണം ഇവർക്ക് കരിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞങ്ങൾ കരിക്ക് നല്ലപോലെ കുടിക്കുന്ന ആൾക്കാരാണ്. അപ്പം അല്ലെങ്കിൽ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ പോയി എവിടെയെങ്കിലുമൊക്കെ പോയി ട്രൈ ചെയ്തിട്ട് വേണം പറയാൻ. ഇത് ചുമ്മാ കമൻറ്റ് വന്നിട്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് ചുമ്മാ എല്ലായിടത്തും കിട്ടുന്ന സെയിം കരി, അതും പറഞ്ഞേക്കുന്ന രീതി അങ്ങനെയല്ലേടെ എടിപ്പില്ലേ. ഇത് എല്ലായിടത്തും കിട്ടുന്ന സെയിം കരിക്ക് തന്നെ അടി. ഒരു പുള്ളിക്കാരി ഇട്ടേക്കുക. പുള്ളിക്കാരിയുടെ അക്കൗണ്ട് ഞാൻ കയറി നോക്കി. പുള്ളിക്കാരി പ്രായമുള്ള പുള്ളിക്കാരിയാണ്. മറ്റേ ഈ അയൽക്കൂട്ടം അങ്ങനത്തെ സെറ്റപ്പാണ്. എന്താണേലും അയൽക്കൂട്ടം സെറ്റപ്പാണേലും ഇത് എല്ലാം ഒന്ന് അറിഞ്ഞിട്ട് വേണം പറയാൻ. എല്ലായിടത്തും കിട്ടുന്ന സെയിം കരിക്കൊന്നുമല്ല. ഓരോരുത്തർക്കും ഓരോ ഡിഫറെൻറ്റ് രീതിയിലുള്ള കരിക്ക് കിട്ടുന്ന ഓരോരുത്തർക്ക് ടേസ്റ്റ്. ഇവിടുത്തെ നല്ല മധുരമാണ്. ഇത്ര മധുരമുള്ളത് ഞാൻ കുടിച്ചിട്ടില്ല. ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ ആഴ്ചയിൽ ഈ നല്ല രീതിക്ക് കരിക്ക് കുടിക്കുക. അതുകൊണ്ട് നമുക്കറിയാം. അല്ല ചുമ്മാ ഈ കമൻറ്റ് വന്നിട്ട് കൊണ എന്ന് പറയാനല്ലാതെ ഇതൊന്നും അറിയത്തുമില്ല. ചുമ്മാ അതങ്ങനെ കുറേ അത് കണ്ടില്ല. അത് പഴയൊരു ബിൽഡിങ്. അത് പുള്ളി പറഞ്ഞത് ഇതുകൂട്ട് ബ്രിട്ടീഷുകാരുടെ എന്തോ ബേസ് ചെയ്ത് അങ്ങനെ എന്തോ സംഭവമാണ് പറഞ്ഞത്. ആക്ച്വലി ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാനത് ശ്രദ്ധിച്ചില്ല. ഇതാണ് മേ ബാങ്ക്. നല്ല അത്യാവശ്യം നേരിട്ട് കാണുമ്പോൾ നല്ല ഇതുണ്ട് കേട്ടോ, ഹൈറ്റ് ഉണ്ട് കേട്ടോ. പിന്നെന്ന് പറയുന്നത് ആ കാണുന്ന ഇത് നമ്മുടെ ബിൽഡിങ് നമ്മൾ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്തുണ്ട് ആ കാണുന്നത്. അത് വൈകിട്ടാകുമ്പോൾ രാത്രിയാകുമ്പോഴത്തേനും നല്ല രീതിക്ക് ലൈറ്റും എല്ലാം ഇട്ട് അതിന്ന് എടുക്കണം അതിൻ്റെ വീഡിയോ. ഇതാണ് ഇപ്പോൾ പുള്ളി പറഞ്ഞത് ബ്രിട്ടീഷുകാരുടെ എന്തോ ഇത് പറഞ്ഞത്. കാരണം അത് അമ്മാതിരി പഴയ ഒരു ടൈപ്പ് ബിൽഡിങ്, നല്ല രസമുണ്ട് കാണാൻ. എസ്തെറ്റിക് ബിൽഡിങ്. ആ ബിൽഡിങ്ങിൻ്റെ ഒരു ഫോട്ടോ എടുത്തുകൂടി. അതുകൊണ്ട് അതിൻ്റെ ഇതൊക്കെ എന്ന് പറയുന്നുണ്ടല്ലോ പറയണ്ട. അതിന് മുമ്പ് എൻ്റെ കുഞ്ഞ് അതൊക്കെ ചെയ്യും. ഇവിടെ ചെരുപ്പൊക്കെ ഊരി ഇട്ടിട്ട് ഇത് മോസ്കാണ് കേട്ടോ, മോസ്ക്. ചെരുപ്പ് ഇടാൻ പറ്റത്തില്ല. പിന്നെ
ഷൂ, സ്മോക്കിങ്, ബർഗർ ഐറ്റംസ്, പിന്നെ പിന്നെ പെണ്ണുങ്ങൾക്കും കയറാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഇതെന്താ ലേഡീസിൻ്റെ ഇത് വെട്ടിയിട്ടേക്കുന്നത്? ഇത് എടി തലയിൽ ഇതിടാതെ കയറാൻ പറ്റത്തില്ല മണ്ടയ്ക്ക് കേട്ടോ. ഇതാണ് ഇവിടുത്തെ സെക്യൂരിറ്റി ചേട്ടൻ. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ എന്തോ തലയിൽ മറ്റേ ഇതിടുന്നതിന് എന്താ പറഞ്ഞാൽ മുസ്ലിംസ് ഇടുന്ന സാധനം എന്തോ അതിൻ്റെ പേര് എനിക്ക് സത്യമായിട്ട് അറിയത്തില്ല കേട്ടോ. എനിക്കിഷ്ടംപോലെ മുസ്ലിം ഫ്രണ്ട്സും ഉണ്ട്, ഉമ്മമാരും എല്ലാം. പക്ഷെ എനിക്ക് ആ ഒരു ഇതിൻ്റെ പേരറിയത്തില്ല. ഞാൻ പറയാൻ പറഞ്ഞാൽ അതിടാതെ ഇവിടെ കയറാൻ പറ്റില്ല, നമുക്കറിയില്ലായിരുന്നത്. സാധാരണ അങ്ങനെയൊക്കെ ഉള്ളിടത്ത് അപ്പുറത്ത് ചെറിയൊരു ഷോപ്പ് കാണുന്നതാണ് ഇങ്ങനെ ആ ഒരു സാധനം ഇതുകൂട്ട് ഒക്കെ വിൽക്കുന്ന ഒക്കെ ഒരു ഷോപ്പ് കാണുന്നത്. ചിലപ്പോൾ ഇവിടെയൊക്കെ കാണും, ഞങ്ങളത് ശ്രദ്ധിച്ചില്ല ആക്ച്വലി. ഞാൻ അവൾക്ക് കയറാൻ പറ്റാത്തതുകൊണ്ട് ഞാനും മണ്ടയ്ക്കോട്ട് കയറുന്നില്ല. ഇവിടെ ആക്ച്വലി എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം നല്ല വൃത്തിക്ക് ഇവരിട്ടേക്കുന്നത്. നിങ്ങൾ കണ്ടോ? ഇവിടെ ഈ ഒരു സ്ഥലം മാത്രമല്ല, എല്ലാ ഏരിയയും അത്യാവശ്യം നല്ല വൃത്തിക്കാണ് അവരുടെ. ഇതായിട്ട് ആ ബിൽഡിങ്ങിൻ്റെ ഒരു സൈഡ് ഇതാകട്ടോ, അത് രസമുണ്ട്, ഭയങ്കര രസമുണ്ട് കേട്ടോ ആ ബിൽഡിംഗ് കാണാൻ. അത് അവരെനിക്ക് തോന്നുന്നു ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചേക്കുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ, പെയിൻ്റ് ഒന്നും ചെയ്യാതെ. പക്ഷെ നല്ല രസമുണ്ട്, അങ്ങനെ ചെയ്തിട്ടേ കാര്യമുള്ളൂ. ഇന്ന് ആകാശമൊക്കെ നല്ല രസമാണ്. ഇന്നലെയൊക്കെ നല്ല മഴക്കോളും മൂടിയായിട്ടുള്ള ക്ലൈമറ്റായിരുന്നു. ഇന്ന് നല്ല രസമുണ്ട്. സാറ ജോസഫ്, ഫൗണ്ടർ ഓഫ് യൂട്യൂബർ അജിൻ, അല്ല ഫൗണ്ടർ ഓഫ് ചാച്ചൻ. യാ, ഞാനിപ്പോൾ വന്നു വെച്ചാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഇംഗ്ലീഷൊക്കെ പറയുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്താ പറയുന്നുണ്ട് തോന്നുന്നത്? പറയാനുണ്ടോ തോന്നുന്നു. നിക്കടി, ഡാൻസോ? ഡാൻസ് കളിക്കാൻ പോവാം. നിൽക്കുക, ഒരു മിനിറ്റ് നിങ്ങളെയും കാണിക്കുക. അയ്യോ, ഈ വെയിലത്ത് നിന്ന് ഡാൻസ് കളി. ഓക്കെ. വയ്യടി നിനക്ക്. നിക്ക്, ഞാൻ ഈ വെയിലത്ത് നിന്ന് മാറട്ടെ പോന്നാ. ഫോട്ടോ വെട്ടം വെയിലായതുകൊണ്ട് ഒന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ എടുക്കാം. ചിച്ചേ, ഉരുകി പോനവളെ എനിക്ക് 2 കൈയേ ഉള്ളൂ കേട്ടോ. നീ അത്തിരി ആംഗ്ലോ ഇന്ത്യൻ പറഞ്ഞുകൊണ്ട് വരുന്നേ. ഓക്കെ, 3, 2, 1. നിക്ക് ഫോട്ടോ ആയിരുന്നു. 3, 2, 3. ജിങ്കാരു. അയ്യോ, അതിനകത്ത് ക്യാമറ വന്നു. ഒന്നുകൂടെ. 3, 2, 1, 4. ജിങ്കിച്ചക്കട ജിങ്ങിന് ജിങ്കാറ്. അയ്യോ എൻ്റെ ദൈവമേ. ഞാൻ അല്ല, അവളെന്തോ പറയുന്നത് കേൾക്കാതിരിക്കുക ഞാൻ. പിന്നെ അല്ലാതെ അവൾ പറയുന്നല്ല, പിന്നെ ഇതുവഴിയും പോകാൻ പിള്ളേർ പറയുന്ന കേൾക്കണോ ഞാൻ? ഞാനോ? അയ്യോ, കണ്ടോ, അവൾ പറയുന്നത് കേൾക്കാൻ ഇരിക്കുക ഞാനെന്ന് പറഞ്ഞിട്ട് വേണ്ട ഞാൻ എന്തോ ഈ കാണിക്കുന്നത്. ഓക്കെ, ഞാൻ കാണിക്കാം ഞാൻ എന്തോ ചെയ്യുന്നതെന്ന്. ഇങ്ങനോ? ഇങ്ങനോ? എങ്ങനെ? ഇത്രയും വെട്ടമൊക്കെ ഉള്ളൂ. ഇത് മതി. കാണിക്കട്ടെ? ലൈറ്റിക്കിൻ്റെ ഇതിനി അവളെന്തോ കാണിച്ചിടാനാണെന്ന് എനിക്കറിയത്തില്ല. ഇവളെന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട്, മനസ്സിലെന്തോ വലുത് ഇവൾ കണ്ടിട്ടുണ്ട് ഗായ്സ്. എടി ഞാൻ പന എന്തോ തേങ്ങ എന്തോ ചക്ക എന്തോ മാങ്ങ എന്തോ പറഞ്ഞില്ല. പക്ഷെ ഇതിനകത്തിൽ വളരുന്ന സാധനം വെട്ടി കണ്ടിച്ച് കൊണ്ട് കൊടുക്കാവോ? ഏതില് ഞാൻ നിങ്ങളോട് കാര്യം പറയാമല്ലോ.
ഈ DJ Osmo എടുക്കാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നവരുണ്ടല്ലോ, എടുക്കണോ വേണ്ടായോ എന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നവർ ഒന്നും നോക്കണ്ട. ഒന്നും നോക്കണ്ട, ധൈര്യമായിട്ട് എടുത്തോ. ഇപ്പം ഞങ്ങളുടെ ഇരിക്കുന്ന പോക്കറ്റ് 3 ഞങ്ങൾക്ക് ഡൗട്ടുണ്ടായിരുന്നു ഇത് എങ്ങനെ എന്നൊക്കെ ഭയങ്കര ഡൗട്ടുണ്ട്. പക്ഷേ ഹാൻഡിൽ ചെയ്യാനും ഞാൻ പറട്ടെ, നമുക്ക് വ്ളോഗ് ചെയ്യുന്നവരല്ലാത്തവർക്കും നമുക്ക് എന്തെങ്കിലും മെമ്മറീസിനും ഇങ്ങനെ എടുത്ത് വെക്കാനാണെങ്കിൽ ബെസ്റ്റ് ഓപ്ഷനാണ് DJ Osmo 3. ഇത് ഞങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്താലായിരുന്നടി ഭർത്തം പറയാൻ അടിപൊളിയായിട്ടുണ്ട്. കാരണം നമുക്ക് ഹാൻഡിൽ ചെയ്യാനും അല്ലാതെ നമുക്ക് വീഡിയോ എടുക്കാനാണേലും ഈസി ടു ഹാൻഡിലാണ്. അതുകൊണ്ട് എടുക്കാൻ ആഗ്രഹിച്ച് ഇങ്ങനെ ഓരോ അടുത്ത ഓപ്ഷൻ നോക്കിയിരിക്കുന്നവരാണെങ്കിൽ ഇത് പോക്കറ്റ് 3 എടുത്തത്. പോക്കറ്റ് 3 അല്ലെങ്കിൽ പോക്കറ്റ് 4 ഏതാണെങ്കിലും ബെറ്ററാണ്, രണ്ടും നല്ലതാണ്. കാരണം എനിക്ക് ഈ ഒരു സാധനം വന്നപ്പോൾ എനിക്ക് തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് ഈ വ്ളോഗ് ചെയ്യാനും വീഡിയോ എടുക്കാനും ഒക്കെ. കാരണം ഭയങ്കര ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഈ ഒരു സാധനം കിട്ടിയ പിന്നെയാണ് എനിക്ക് ഈ വ്ളോഗ് ചെയ്യണമെന്നൊരു ആഗ്രഹവും തന്നെത്താനെ ഇതൊക്കെ ചെയ്യണമെന്നുള്ള ആഗ്രഹം വന്നത്. മറ്റേതെന്ന് പറഞ്ഞാൽ ഫോണിൽ ഇങ്ങനെ എടുത്ത് ഭയങ്കര പാടാണ്. അല്ല ഇപ്പോൾ നമ്മൾ DSLR എടുക്കുവാണെങ്കിലും അതും പാടാം ഹാൻഡിൽ ചെയ്യാൻ. പക്ഷെ ഇത് അടിപൊളിയാണ്. എൻ്റെ ഡ്രസ്സ് കാണിച്ചു കൊടുക്ക്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണ്, ഒരു വെറൈറ്റി സാധനമാണ്. കാരണം ഈ ബാക്കിലുള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ ഇവൾക്ക് ഇങ്ങനത്തെ ഉണ്ട്, പക്ഷെ അത് ഫ്രണ്ടിലേ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇത് ഫ്രണ്ടിൽ വേറൊരു ഡിസൈനാണ്, നല്ല രസമുണ്ട് ഇത്. പിന്നെ അതിൻ്റെ കൂടെ ഈ ചെരുപ്പ്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഓക്കെ, ബൈ. അപ്പം അടുത്തൊരു ഡെസ്റ്റിനേഷനിലോട്ട് പോവാണ്. നമ്മൾ വേറൊരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇത് ഇവിടെ മലേഷ്യയിൽ 31 അവരുടെ ഇൻഡിപെൻഡൻസ് ഡേ. ഇപ്പോൾ പുള്ളി പറഞ്ഞ 31 അവരുടെ ഇൻഡിപെൻഡൻസ് ഡേ. അപ്പം ഇവിടെ എല്ലാം ഞാൻ വിചാരിച്ചു ഫ്ലാഗ് എപ്പോഴും ഈ ഫ്ലാഗല്ല, കുറേ ഫ്ലാഗ് ഇങ്ങനെ റോഡിലൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് എപ്പോഴും ഇവിടെ അങ്ങനെ ആയിരിക്കുമെന്ന്. പക്ഷേ അല്ല, ഇവിടെ കണ്ടില്ല, അവിടെ എല്ലാം എനിക്ക് സൂം ചെയ്ത് കാണിക്കാം. നിങ്ങൾ കണ്ടില്ല, ബിൽഡിങ്ങിലൊക്കെ വലിയ ഫ്ലാഗ് ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് ചേട്ടൻ പറഞ്ഞത് ഇവിടുത്തെ ഇൻഡിപെൻഡൻസ് ഡേ ആണ് 31. അന്നിവിടെ ഫുള്ള് ഹോളിഡേ. അന്ന് പുള്ളി ഇപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് അന്നിവിടെ പോലീസുകാർക്കൊന്നും റോളില്ല, പോലീസുകാരൊന്നും പറയത്തില്ല, എല്ലാവരും വണ്ടിയിലൊക്കെ ഫ്ലാഗും വെച്ച് റേസിംഗ് ഒക്കെ ആയിരിക്കും എന്നൊക്കെയാണ് പറഞ്ഞത് പുള്ളി. എൻ്റെ കുഞ്ഞുണ്ടി അവിടെ നിന്ന് വരുന്നുണ്ട്. കണ്ടില്ലേ, എല്ലാ ബിൽഡിങ്ങിൻ്റെയും അവിടെ ഓരോ ഫ്ലാഗ് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, അവിടെ ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഐ ലവ് കോലാലംപൂറിൻ്റെ ഷോർട്ട് ഫോം IKL. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നപ്പം ഇവിടെ ഫസ്റ്റ് ഡേ വന്നപ്പോൾ KL33 എന്ന് പറഞ്ഞൊരു ബിൽഡിങ്ങിൻ്റെ മണ്ടയ്ക്ക്, അത് ഹോട്ടലാണെന്ന് തോന്നുന്നു, ബിൽഡിങ്ങിൻ്റെ മണ്ടയ്ക്കുണ്ട്. ഞാൻ അന്നേരം വിചാരിച്ചു ഇവിടെ ഇപ്പോൾ ഏതോ മലയാളി ഉണ്ട് കേട്ടോ, KL33 ഇതിന് പേരിട്ടേക്കുന്നു എന്നാ ഞാൻ വിചാരിച്ചത്. പിന്നെയാണ് ഇവിടെ വന്നപ്പോഴാണ് അറിയത് ഇത് കൂട്ട് കോലാലംപൂറിൻ്റെ ഷോർട്ട് ഫോമാണ്. അപ്പോൾ ആ ഒരു പുതിയൊരു അറിവും കിട്ടി. പക്ഷേ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായി, നമുക്ക് ഈ സ്കൂളിലും ഒക്കെ പഠിപ്പിക്കുന്നതിനേക്കാളും കൂടുതൽ അറിവ് നമുക്ക് യാത്രയിൽ കിട്ടുമെന്നുള്ളൊരു സംഭവം എനിക്കിപ്പോഴാണ് മനസ്സിലായത്. കാരണം നമ്മൾ കേട്ട് അറിഞ്ഞതിനേക്കാളും നമ്മൾ യാത്ര ചെയ്ത് അവരിൽ നിന്ന് നമ്മൾ അറിയുന്നതാണ് നമ്മുടെ ഒരു അറിവ് കിട്ടുന്ന ഏറ്റവും മെയിൻ ഒരു സംഭവം. കാരണം നമ്മൾ യാത്ര ചെയ്താലേ ആ ഒരു അറിവുകൾ നമുക്ക് കിട്ടത്തുള്ളൂ, ഓരോ സ്ഥലങ്ങളുടെയും ഇതൊക്കെ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് ടൈം ഇങ്ങനെ ഇത്രയും ഡീപ്പായിട്ടും ഇതായിട്ടും പോകുന്നത്. അപ്പം പക്ഷേ ഇനിയും ഇങ്ങനെ തുടരാനാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായി ഇത് ഭയങ്കരമായിട്ട് നമുക്ക് ആവശ്യവും വേണ്ട ഒരു സംഭവമാണ്. കാരണം നമുക്ക് ഒറ്റ ലൈഫേ ഉള്ളൂ, ആ ലൈഫിൽ നമ്മൾ കാണാതെ പോകുന്ന ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്, നമ്മൾ മിസ് ചെയ്തിട്ടുള്ള ഇഷ്ടം പോലെ സാധനം. ഇനിയെങ്കിലും എനിക്ക് പറ്റുന്നത്രയും
എനിക്ക് എന്നെയും കൊണ്ട് പറ്റുന്ന അത്രയും, എന്നെയും കൊണ്ടും അവളെയും കൊണ്ടും പറ്റുന്ന അത്രയും ട്രാവൽ ചെയ്യണം, പറ്റുന്ന അത്രയും ട്രാവൽ ചെയ്യണം. അതിനി വരുന്ന വ്ളോഗിലും വരുന്ന ഇതിലും നമുക്ക് ഉറപ്പായിട്ടും ഞങ്ങൾ അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു അറിവും അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസും എല്ലാം ഞങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. കാരണം ഇപ്പം നമ്മുടെ ലൈഫിലെ ഒരു പാർട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സും ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സും എല്ലാം. കാരണം അവരാണ് ഞങ്ങളെ ഇപ്പം എന്നെ തന്നെ ഇങ്ങനെയൊക്കെ സംസാരിപ്പിക്കാനുള്ളൊരു സംഭവം ആക്കിയതും സപ്പോർട്ട് ചെയ്തതും, നമ്മൾ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടെന്നും എല്ലാം അറിയിച്ചെന്ന അങ്ങനൊരു ഇതായതുകൊണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ല, എൻ്റെ അവിടെ ലൈഫിലൊരു പാർട്ടാണ് ഈ നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് നമുക്കൊരു കുഴപ്പമില്ല അതിനകത്തിൽ. എന്ത് വേണം പറയാം, നമ്മൾ ചിലതൊന്നും മൈൻഡ് പോലും ചെയ്യാറില്ല. പിന്നെ ഞാൻ ഇടയ്ക്കൊക്കെ റിപ്ലൈ കൊടുക്കും കേട്ടോ. എനിക്കിങ്ങനെ ചില സമയത്ത് ഇരിക്കുമ്പോൾ ഇങ്ങനെ ചൊറിഞ്ഞ കമൻറ്റ് കാണുമ്പോൾ എനിക്കിഷ്ടമല്ല. ഇൻസ്റ്റയിലല്ല, ഫേസ്ബുക്കിൽ. ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ. ഫേസ്ബുക്കിൽ കുറേ അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഉണ്ട്. ഭയങ്കര പ്രശ്നമാണ് അവരെ കൊണ്ട്. അവരിത്രയും വിചാരിച്ചാൽ മതി, അവരുടെ വീട്ടിൽ മക്കളുണ്ടോ, അവരുടെ കാര്യം പോയി നോക്കുക. അല്ല അവരെ നിങ്ങൾ നന്നാക്കി അങ്ങ് ഇതാക്കണം, അല്ല അവരുടെ കാര്യം നിങ്ങൾ പോയി നോക്കുക. ബാക്കിയുള്ളവരുടെ മക്കളുടെ കാര്യം നോക്കാതെ അവർ എവിടെ പോകുന്നു, അവരെന്ത് ചെയ്യുന്നു പോയി നോക്കുക. അല്ലാതെ വേറെ ആൾക്കാരുടെ ഇതിൽ കഷ്ടപ്പെട്ട് സമയം കളയാതെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുക കേട്ടോ. ചുമ്മാ ഇത് ഞാൻ BP ചെയ്യും. പക്ഷെ ഇന്ന് ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ അമ്മാതിരി ചൂടാണ്. ഞങ്ങളിവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്, പക്ഷേ പറ്റത്തില്ല, ഭയങ്കര ചൂടാണ്. ഞങ്ങൾ ചേട്ടനെ വിളിച്ച് ഞങ്ങൾ പോവാം. Brother, let's go. Too much hot. Yeah. ചേട്ടൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ, പോയില്ല. ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ എന്താ പറഞ്ഞേ, ബ്രദർ ലെറ്റ്സ് ഗോ, ടു മച്ച് ഹോട്ടോ. മനസ്സിലായല്ലോ പുള്ളിക്ക്, അത് മതി. ചേട്ടൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, പോയില്ല. ഇത് ഇവിടുത്തെ ഡബിൾ ഡെക്കർ ബസ്സാണ് കേട്ടോ. എങ്ങനെ ഈ വെയിലത്ത് ഇവരിയ്ക്കുന്നു ഇവിടെ ഇതിനകത്തിൽ, എൻ്റെ ദൈവമേ. ഇത് ഫ്ലാഗ് ഡിസ്പ്ലേയിലിട്ടേക്കുക. ഓരോരോ കണ്ടുപിടുത്തങ്ങളെ. കൊച്ചെന്ത് ചെയ്യും, ഇവിടെ പോവാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി. കയറി ഇനി വണ്ടിക്കകത്തുമല്ലോ. വരുന്നുണ്ട് കേട്ടോ. കാശ് നല്ല വെയില. ഞങ്ങൾ പോയി റൂമിൽ പോയി കിടക്കട്ടെ. ബ്രോ അവിടെ ഹോട്ട്, എൻ്റെ അമ്മോ, ടു മച്ച് ഹോട്ട്. Okay, let's go. We can't explore peacefully because very hot. എനിക്കും ചാച്ചനും മലേഷ്യ വന്നതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് Day 3 ഈ വീഡിയോ ആണ് ഗൈസ്. കാര്യം എന്നാന്ന് വെച്ചാൽ ഞങ്ങൾ അത്രയ്ക്ക് അടിപൊളിയായിട്ട് അവിടെ എല്ലാം എക്സ്പ്ലോർ ചെയ്തു. ശരിക്കും നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ട എത്രത്തോളം നിങ്ങൾക്ക് അവിടുത്തെ വ്യൂ ശരിക്കും മനസ്സിലാവും എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾ ശരിക്കും കണ്ടിരിക്കേണ്ട കുറച്ച് സ്ഥലങ്ങളായിരുന്നു. അത്രയ്ക്ക് അടിപൊളി വ്യൂവും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് നിർത്തുകയാണ്. ഓക്കെ ഗൈസ്, ബൈ. Well, I got my first truck when I was 3, drove 100,000